ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ലിനിന് ഗെയിം കളിക്കാൻ പറ്റാതെ ഇരിക്കുന്നത് വരെയാണ്. അവൻ എന്നിട്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ച് ചുറ്റും നോക്കുന്നുണ്ടാവും. അവൻ കളിക്കുന്ന എല്ലാ ഗെയിമും തോറ്റു പോവായിരിക്കും. ഹീറോയിനും അവനെ തന്നെ നോക്കുന്നുണ്ടാവും. ആ സമയത്ത് അവൻ ആരെങ്കിലും ശ്രദ്ധിക്കണോ എന്ന് നോക്കും. പക്ഷേ അവൾ അപ്പോഴേക്കും അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. അവൻ എന്നിട്ട് ആ ഫോൺ എടുത്ത് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കും. എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നിട്ട് അവിടെ നിന്ന് പോയിണ്ടാവും. ഹീറോയിന് അപ്പോൾ വിഷമാവും, അവന് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നീട് അവൾ പുറത്തു പോകാൻ നോക്കായിരിക്കും. അപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടാവും, ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ. അപ്പോൾ അവൻ അവളുടെ അടുത്ത് നീ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗാർഡനിലേക്ക് ഒന്ന് പോയിട്ട് വരാനാണെന്ന് പറയും. അവൾ എന്നിട്ട് ലിനിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവന് ആക്സിഡൻറ്റ് പറ്റിയതും കയ്യിന് ശേഷി കുറവുള്ള കാര്യമൊക്കെ അവളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ലിന്നും ഗാർഡനിലുണ്ട്, അവനെ പോയിട്ടൊന്ന് മീറ്റ് ചെയ്തോന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നീ നേരെ ഗാർഡനിലേക്ക് പോവും. അവൾ എന്നിട്ട് അവിടെയൊക്കെ ചുറ്റി നടക്കായിരിക്കും. അപ്പോഴാണ് ലിനിനെ കാണുക. ലിൻ കുറേ കുട്ടികളുടെ ഇടയിൽ ഇരുന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഗെയിമിൽ അവൻ തോറ്റുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ പിന്നെ അവൻ കളിക്കുന്നുണ്ടാവും. അങ്ങനെ ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് പോവും. ആ സമയത്ത് ഒരു കുട്ടി മാത്രമേ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ആ കുട്ടി അവൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് 1 വർഷം മുന്നേ ഓപ്പറേഷൻ ചെയ്ത് എല്ലാം ശരിയാക്കി തന്നില്ല, അതേപോലെ ഇപ്പം എൻ്റെ അച്ഛന് ആവശ്യമുണ്ട്, എൻ്റെ അച്ഛനൊന്ന് ഓപ്പറേഷൻ ചെയ്ത് എല്ലാം ശരിയാക്കി തരുമെന്ന്. അപ്പം ലിൻ ആ കുട്ടിയുടെ അടുത്ത് ചിരിച്ചിട്ട് തന്നെ മറുപടി പറയണ്ടാവും, ഇപ്പം എനിക്കതിനൊന്നും പറ്റില്ല എന്ന്. പിന്നെ അവൻ വിഷമിച്ചിരിക്കുന്നത് അവൾ കാണും. അവൾക്ക് അതൊക്കെ ആലോചിച്ച് വിഷമാവും. പിന്നീട് അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും നീ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ലിൻ മുന്നേ പറഞ്ഞ ഒരു ഗോസ്റ്റിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ആയിട്ട് അവർക്കൊരു കോൾ വരും. അങ്ങനെ എല്ലാവരും പോണ സമയത്ത് ഒരു ലേഡി വന്നിട്ട് എൻ്റെ മകൾക്ക് എങ്ങനെയുണ്ടെന്ന് ഈ എക്സ്റേ ഒക്കെ നോക്കിയിട്ടൊന്ന് പറയുമെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ലിനിൻ്റെ കൈ കൊടുക്കും. ഇതെൻ്റെ ജൂനിയറാ, ഇവൻ്റെ അടുത്തെല്ലാം ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനും അതെല്ലാം ആസ്വദിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവൻ്റെ ജോലി ആസ്വദിച്ച് ചെയ്യണ കാണുമ്പോൾ നീക്കും വിഷമാവും. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവൻ അവളെ നോക്കിയിട്ട് നീ എന്താ എന്നെ തന്നെ നോക്കി നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവും. റൂമിലേക്ക് പോയിട്ട് അവൻ മുന്നേ ഏൽപ്പിച്ച എല്ലാ ഫയലും അവൻ്റെ കയ്യിലെടുത്ത് കൊടുക്കും. ഞാൻ ജോലിയൊക്കെ നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഗെയിം കളിക്കാനുള്ള ഫോൺ കൂടി എടുത്തു കൊടുക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ മുഖത്തുള്ള സന്തോഷം കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ എന്നിട്ട് അവനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും, എങ്ങനെയെങ്കിലും കളി ജയിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. അവനങ്ങനെ ഗെയിം കളിച്ച് ആ ഗെയിമിൽ അവൻ ജയിക്കുകയും ചെയ്യും. അപ്പോൾ അവൾ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് അവൻ അവളുടെ നേരെ തിരിഞ്ഞിരിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന്. അപ്പോൾ അവൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഡിസ്ചാർജ് ആവാനുള്ള സമയമായെന്ന് അവൻ അവളുടെ അടുത്ത് പറയും. അങ്ങനെ നീ ഡിസ്ചാർജൊക്കെ ആയിട്ടുണ്ടാവും. അവൾ എന്നിട്ട് അവളുടെ അമ്മേനെ വിളിച്ച് പറയും, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ. അപ്പോൾ അമ്മ എന്താ പറ്റി, വേഗം ഇങ്ങോട്ട് വായെന്നൊക്കെ പറയും. അവളുടെ വീട് കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്ക് ലിൻ വന്നിട്ടുണ്ടാവും. ലിൻ എന്നിട്ട് അവളെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിക്കും, ഇനി ഒരിക്കലും ഇങ്ങനെ ബാൽക്കണിയിൽ നിന്നൊന്നും ചാടില്ല എന്ന്. അവൾ കുഞ്ഞു കുട്ടികളെ പോലെ ആയിരിക്കും പ്രോമിസ് ചെയ്യുന്നുണ്ടാവുക. അത് കണ്ടിട്ട് അവന് ചിരി വരും. അവളും ഞാനെന്ത് പൊട്ടത്തരം കാണിക്കണമെന്ന് വിചാരിക്കും. പിന്നീട് അവർ പോകുമ്പോൾ നല്ല മഴയാണ് ഉണ്ടാവുക. അവളെ പിന്നീട് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാൻ പോയിക്കൊണ്ടെന്നൊക്കെ ലിനിൻ്റെ അടുത്ത് നീ പറയുമ്പോഴും ലിൻ പറയും അതൊന്നും കുഴപ്പമില്ല, കുറേ ദൂരല്ലേ, ഞാൻ കൊണ്ടാക്കാന്ന്. അങ്ങനെ അവർ മാപ്പ് നോക്കണതിനിടയിൽ അവളുടെ അടുത്ത് അവൻ ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നും. അവൻ പിന്നീട് ഗ്ലാസ് വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ എന്തിനാണ് ഗ്ലാസ് വയ്ക്കണമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ എനിക്ക് ആക്സിഡൻറ്റിന് ശേഷം കണ്ണ് നേരെ കാണില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമാവും. ഞാൻ പിന്നെ ആ ആക്സിഡൻറ്റിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചല്ലോ എന്നും അവൾക്ക് തോന്നും. അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് യാത്ര പറയും, അവൾക്ക് എത്തുന്ന സ്ഥലത്തുമ്പോൾ. എന്നിട്ട് അവൻ്റെ അടുത്ത് ഒന്നുകൂടി പറയും, നേരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് പോകണമെന്ന്. അത് കേൾക്കുമ്പോൾ അവന് സന്തോഷമാവും. പിന്നീട് അടുത്ത ദിവസം അവൾ ഓഫീസിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അവളെന്നെ വെൽക്കം ചെയ്യും. ലിൻ എന്നും അവളുടെ ഫ്രണ്ടിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളുടെ ഫ്രണ്ട് പറയും, ഇനി കീ കളയരുതെന്ന് പറഞ്ഞിട്ട് എന്ന്. പിന്നീട് ഒരു മീറ്റിംഗ് ആണ് ഉണ്ടാവുക. അത് ലിന്നായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ലിൻ അപ്പോൾ നീനെ വെൽക്കം ചെയ്യും, ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് തിരിച്ചെത്തിയതിന് വേണ്ടിയിട്ട്. പിന്നീട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ലിൻ പറയും, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു ശാപം പിടിച്ച ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് പറയണതെന്ന്. അപ്പോൾ എല്ലാവരും എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ആക്സിഡൻറ്റ് പറ്റിയില്ല, അത് കാരണം കൊണ്ടാണെന്ന് പറയും. അത് കാരണം കൊണ്ട് ഇന്ന് എൻ്റെയും നീടി വക എല്ലാവർക്കും ഡിന്നറെന്നും പറയും. അപ്പോൾ അവളെ എൻ്റെ ഒന്ന് വിചാരിക്കും. പിന്നീട് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമായിരിക്കും, കുറേ പൈസ വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോന്ന്. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും അതൊന്നും കുഴപ്പമില്ല, നീ അവിടെ എത്തിയിട്ട് പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് ലിനിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന്. ഹോട്ടലിൽ എത്തുമ്പോൾ അത് വലിയൊരു ഹോട്ടലായിരിക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും ഇവിടെ ആണെങ്കിൽ നിൻ്റെ പൈസ കുറേ പൊടിയെന്നൊക്കെ. എന്നിട്ട് അവളുടെ ഫ്രണ്ട് പറയും ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്താൽ മതി എന്നൊക്കെ. വലിയ ഡിന്നറായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഒരുപാട് ഫുഡൊക്കെ കഴിക്കും.
കുറച്ച് കഴിയുമ്പോൾ ലിൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ നീയും അവളുടെ ഫ്രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ പറഞ്ഞില്ലേ ലിൻ നിന്നെ കൊണ്ട് പൈസ ഒന്നും അടപ്പിക്കില്ല, മിസ്റ്റർ ലിൻ തന്നെ എല്ലാം ചെയ്തോളും എന്നൊക്കെ. അപ്പോൾ അവൾ സന്തോഷമായിട്ട് ഇരുന്ന് ചിരിക്കായിരിക്കും. ആ സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരിക, താഴേക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവളും മെസ്സേജ് നോക്കി താഴേക്ക് പോവും. താഴേക്ക് പോകുമ്പോൾ ലിൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ലിൻ എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ എൻ്റെ പേഴ്സ് എടുക്കാൻ മറന്നു, അത് കാരണം കൊണ്ട് ഇന്നത്തെ ഫുൾ പേയ്മെൻറ്റും നിനക്കൊന്ന് പേ ചെയ്യാൻ പറ്റുമെന്ന്. അത് കേൾക്കുമ്പോൾ അവൾ ഇതെന്താ എൻ്റെ ട്രിക്ക് എൻ്റെ അടുത്ത് തന്നെ പ്രയോഗിക്കണമെന്ന് വിചാരിക്കും. എന്നിട്ട് അവൾ ബില്ല് പേ ചെയ്യും. ആ സമയത്ത് ലിൻ ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. എന്നിട്ട് എല്ലാവരും കൂടി കാറിൽ കയറി പോവും. ലിന്നായിരിക്കും എല്ലാവരെയും ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ലിന്നിൻ്റെ അടുത്ത് എല്ലാവരും ഫുഡിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇത്രയും പൈസയുടെ ഫുഡൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് തന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ബോധം പോയ പോലെ കിടക്കുന്നുണ്ടാവും. ഇത് കണ്ട് ലിന്നും ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഹീറോ ചിരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഇടയ്ക്ക് ഒരു കോഴി പുറത്തിടുക, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നീ ആണെങ്കിൽ ഇത് മിററിൽ കാണുന്നുണ്ടാവും. അവളൊരു ലുട്ടാപ്പിനെ പോലെ ലിന്നിനെ നോക്കും. അങ്ങനെ ലിൻ അവരെല്ലാവരെയും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നീ അവനെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് അവൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം ലിന്നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ ലിന്നും കാറിന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവൾ ലിന്നിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ടെന്ന് പറയും. അപ്പോൾ അവൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ എന്നെ ഇത്രയും ദിവസം ഒരുപാട് ജോലി ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊന്നുമില്ല, നീ ഒട്ടും റെസ്പോൺസിബിൾ അല്ല, നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയിന്ന്. അപ്പോൾ അവൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ലിൻ പറയും, അതൊക്കെ പിന്നെ പറയാം, ആദ്യം നീ ബാക്കിലേക്ക് നോക്ക്, നമ്മളെ തന്നെ എല്ലാവരും നോക്കിക്കുക, നീ എന്താ സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ലിനിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് നീ ഫ്രണ്ടിൻ്റെ കൂടെ പോവായിരിക്കും. അപ്പോൾ നീ ആണെങ്കിൽ ഞാൻ എന്തായിരിക്കും മറന്നുപോയതെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കായിരിക്കും. ഫ്രണ്ട് അപ്പോഴും പറയുന്നുണ്ടാവും, എന്നാലും ലിന്നിന് നിൻ്റെ അടുത്ത് എന്തോ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കണ്ടായിരുന്നെന്നൊക്കെ. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഷങ്സൂനെയാണ് കാണിക്കുന്നത്. അവൻ അവൻ്റെ ഓഫീസിൽ അവൻ്റെ അഭിപ്രായങ്ങൾ പറയായിരിക്കും. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു ലേഡിയും പറയുന്നുണ്ടാവും. അങ്ങനെ ആ ലേഡി അവൻ്റെ വായ അടപ്പിച്ചിരുത്തും. അവനൊന്നും തിരിച്ചു പറയാൻ പറ്റാതെ അവൻ ഇരിക്കുന്നുണ്ടാവും. പിന്നീട് അവൻ അവൻ്റെ ഹെഡിന് ഒരു റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. ഈ സമയത്ത് വാഷ്റൂമിൽ ആ ലേഡിയും പിന്നെ ആ ലേഡിയുടെ ഫ്രണ്ട് കൂടി നിന്ന് അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. പിന്നെ അവൻ ഹാൻസം ആണെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. പിന്നീട് രാത്രിയായിട്ട് ആ ലേഡി ജോലിയൊക്കെ കഴിഞ്ഞ് പോവായിരിക്കും. ആ സമയത്തും ഷങ്സു ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവളപ്പോൾ ഷങ്സുവിൻ്റെ അടുത്ത് ബായ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോവുണ്ടാവുക. ഷങ്സു എന്താ ചെയ്യണമെന്നൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവൾ അങ്ങനെ പോയി കഴിയുമ്പോൾ അവനൊരു കോൾ വരും. അവൻ്റെ ഫ്രണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഫ്രണ്ടിൻ്റെ കല്യാണം വിളിക്കാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അവൻ എന്തായാലും ഞാൻ ഇപ്പോൾ ബിസി ഒന്നുമല്ല, ഞാൻ എന്തായാലും വരുന്നൊക്കെ പറയും. അവളും അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അവൻ എന്നിട്ട് അവൻ്റെ പഴയ ഹോസ്റ്റലിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഫ്രണ്ട്സൊക്കെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാവും, ഞാൻ തന്നെ ആയിരിക്കും എന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം കല്യാണം കഴിക്കാൻ പോണ ആളെന്ന്. കാരണം അവൻ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. സ്നേഹിച്ച പെണ്ണിനെ തന്നെ കേട്ടോ. ഈ സമയത്ത് നീ ആണെങ്കിൽ അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ലിന്നും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവൾ വേഗം അവൻ്റെ അടുത്ത് പോയിട്ട് എന്നാൽ ഞാൻ ഇറങ്ങുകയാണെന്ന് പറയും. ആ സമയത്ത് അവനും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അവൾ അവനൊരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ടാവും, അപകടമൊന്നും സംഭവിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അത് നീയാണോ അവിടെ വെച്ചെന്നൊക്കെ ചോദിക്കും. അവളും അതേന്നൊക്കെ പറയും. അപ്പോൾ ലിനിൻ്റെ അടുത്ത് നീ ചോദിക്കും, എന്നെന്തിനാ ഓവറായിട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ അവൻ അതൊക്കെ ഉണ്ട്, നീ ഭാവിയിൽ എൻ്റെ ബോസല്ലേ, അത് കാരണം കൊണ്ടാണെന്ന്. എന്നിട്ട് അവൻ പറയും, ഈ കമ്പനിയുടെ 50% ഷെയർ നിങ്ങളുടെ അല്ലേ, അതിനനുസരിച്ച് നീ പണി കൂടി എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന്. എന്നിട്ട് അവൾക്കൊരു ബാം കൊടുക്കും. അപ്പോൾ അവൾ ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ നെറ്റിയിലത്തെ മുറിവൊക്കെ മാറാനാണെന്ന് പറയും. അപ്പോൾ അവൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അതൊക്കെ എങ്ങനെയെങ്കിലും മാറുമായിരുന്നു എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുമ്പോൾ, ഇനി അതൊരു എക്സ്ക്യൂസായി എടുത്തിട്ട് നീ ഇനി എൻ്റെ കൂടെ വരാതിരുന്നാലോ എന്ന് അവൻ ചോദിക്കും. എന്നിട്ട് അവൻ അവളുടെ നേരെ ഒരു ഇൻവിറ്റേഷൻ കാണിക്കും. അപ്പോൾ അവൾ ഇൻവിറ്റേഷനോ ഇതെന്താണെന്ന് വിചാരിച്ച് അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് അവൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടാവും. അവളുടെ ഫ്രണ്ട്സിന് അതൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ് അതൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഫ്രണ്ട്സൊക്കെ അത് നോക്കിയിട്ട് പറയും, ഇതിൽ ലിന്നിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇതിൽ നിൻ്റെ പേര് ആരോ എഴുതി ചേർത്തതാ, അത് മിക്കവാറും ലിൻ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ലിന്നിന് നിൻ്റെ അടുത്ത് എന്തുണ്ടെന്ന്, ഇപ്പം അതൊക്കെ സത്യമാണെന്ന് തോന്നണമെന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. അപ്പോൾ നീ ആണെങ്കിൽ അങ്ങനൊന്നുമില്ല, നിങ്ങളൊക്കെ വെറുതെ ഓരോന്ന് പറയുക, ലിന്നിന് ഇപ്പം അതങ്ങനെ എഴുതി ചേർത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസമാവും. നീ ഓഫീസിലിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരും. അത് അവളുടെ ഫ്രണ്ടായിരിക്കും. ഷങ്സുവിൻ്റെ ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവളുടെ ഈ ഫ്രണ്ടിനെ തന്നെ ആയിരിക്കും. കല്യാണം വിളിക്കാൻ തന്നെ ആയിരിക്കും നീനെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവൾ വരാമെന്നൊക്കെ പറയും. പക്ഷേ അവളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും, ഇനി പോകണോ വേണ്ടയോ എന്നൊക്കെ, അവിടെ ഷങ്സുവിനെ മീറ്റ് ചെയ്താലോ എന്നൊക്കെ.
അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.